വേർപിരിയുമ്പോൾ കഴിയുമെങ്കിൽ ആണുങ്ങളെ ദ്രോഹിക്കാതിരിക്കുക. ഒരു ഡിവോഴ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ആണുങ്ങളെ പിഴിഞ്ഞ് നഷ്ടപരിഹാരം നേടിയെടുക്കുന്ന പോലൊരു പ്രവണതയാണ് ഇന്ന് കണ്ടുവരുന്നത്. ഇല്ലാത്ത അപവാദങ്ങളൊക്കെയും അവരുടെ മേൽ ഇങ്ങനെ ചാർത്തി കൊടുത്തുകൊണ്ടേയിരിക്കും. നിയമത്തിന്റെ പരിഗണനയൊക്കെ ചൂഷണം ചെയ്ത് അവരെ വല്ലാതെ തകർത്തെറിയുന്ന ഒരു പ്രവണത ഇന്ന് കണ്ടുവരുന്നുണ്ട്. അതൊട്ടും ശരിയായ ഒരു കാര്യമല്ല. നിങ്ങളെ പോലെ തന്നെ ജീവിക്കാൻ അവർക്കും അവകാശമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ്. ഒരു ജീവിതം നഷ്ടമായാൽ അത് രണ്ടുപേർക്കുള്ള നഷ്ടമാണെന്നുള്ള രീതിയിൽ മനസ്സിലാക്കണം. അല്ലാതെ അവരെ ചൂഷണം ചെയ്യാനായിട്ട് നിൽക്കുന്നത് അത്ര ശരിയായ കാര്യമല്ല. നിങ്ങൾക്കും ജീവിക്കാൻ ഒരേപോലുള്ള അവസരങ്ങളാണ് ലഭിക്കുന്നത്. ഒരുപോലെ തന്നെ നിങ്ങൾക്കും ജോലി ചെയ്യാനായിട്ട് സാധിക്കുകയും ഒക്കെ ചെയ്യും. മാന്യമായി പറഞ്ഞ് അവസാനിപ്പിച്ച് ബന്ധം വേർപിരിയാൻ കഴിയണം. പരസ്പരം മികച്ച ജീവിതമൊക്കെ ആശംസിച്ചുകൊണ്ട് വേർപിരിയാൻ കഴിയുന്ന അവസ്ഥയിൽ അല്ലെങ്കിൽ നിങ്ങളൊന്ന് ഇറങ്ങിപ്പോരാനായിട്ട് നോക്കുക. അതായത് രണ്ടാൾക്കും ഇനിയെങ്കിലും ഒരു മികച്ച ജീവിതം കിട്ടട്ടെ എന്ന പ്രാർത്ഥനയിൽ. ആ വ്യക്തി തീരെ മോശമാണെന്നായിരിക്കില്ല പല കാര്യത്തിലും. ആ വ്യക്തിക്ക് ഒരുപക്ഷെ നിങ്ങളുമായി കമ്പാറ്റബിൾ ആകാൻ പറ്റുന്നില്ല എന്നുള്ളതായിരിക്കും പ്രശ്നം വരുന്നത്. ചില സാധുക്കളെയൊക്കെ വല്ലാതെ ദ്രോഹിച്ച് അവർക്ക് പിന്നീട് ഒരു ജീവിതം പോലും വേണ്ട എന്ന തീരുമാനത്തിൽ അവർ പേടിച്ചെത്തുന്ന ഒരുപാട് കാര്യങ്ങൾ കാണുന്നു, കേൾക്കുന്നു. വല്ലാത്ത ദ്രോഹമാണ്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ആണുങ്ങളെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ദ്രോഹിക്കുന്ന രീതിയിലേക്കുള്ള ഒരു ഡിവോഴ്സിലേക്ക് പോകരുത്. മ്യൂച്വലായിട്ട് വളരെ മാന്യമായിട്ട് പറഞ്ഞു പിരിയാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒരുപാട് ജീവിതങ്ങൾ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഒത്തിരി വിഷമം തോന്നാറുണ്ട്. അത്രമേൽ സാധുക്കളാണ് ചിലരൊക്കെ. യു ഡിസേർവ് എ പോസിറ്റീവ് ലൈഫ്. ലെറ്റ്സ് ട്രാൻസ്പേറ്റ് യു.